കിഡ്നി, ലിവർ, ഹാർട്ട്, ബ്രെയിൻ, ഇങ്ങനെ ശരീരത്തെ മുഴുവൻ ഡീടോക്സ് ചെയ്യുന്ന അനവധി സാധനങ്ങൾ. ഈ ഇല കഴിച്ചാൽ മതി, ഈ കഷായം കഴിച്ചാൽ മതി, ഈ കിഴങ്ങ് കഴിച്ചാൽ മതി, ഈ 3 പഴം അടിച്ച് ജ്യൂസായി കുടിച്ചാൽ മതി, ശരീരം മുഴുവൻ ശുദ്ധിയാവുമെന്ന് പറഞ്ഞിട്ടുള്ള അനവധി പരസ്യങ്ങൾ കാണാം. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ആരോഗ്യമുള്ള ഒരു ശരീരത്തിന് അതിൽ വരുന്ന ടോക്സിനൊക്കെ റിമൂവ് ചെയ്യാനുള്ള ശേഷി ഉണ്ടാകും. അതിനുള്ള വ്യവസ്ഥകൾ നമ്മുടെ ശരീരത്തിൽ ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും നമ്മളുടെ കിഡ്നിയും ലിവറുമാണ് നിർവഹിക്കുന്നത്. കിഡ്നിയിലൂടെ മൂത്രമായിട്ടെല്ലാം പുറത്തു പോകും. അതുപോലെ ലിവറിൽ വരുന്ന മാലിന്യങ്ങൾ കുടലിലേക്ക് വരും, അത് മലത്തിലൂടെ പുറത്തു പോകും. പിന്നെ ശ്വാസകോശം എപ്പോഴും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിട്ടുകൊണ്ടിരിക്കും, ദുഷിച്ച വായുക്കളെല്ലാം പുറത്തു പോകും. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഓർഗനായിട്ടുള്ള ത്വക്കിൽ കൂടിയിട്ട് വേർപ്പിൽ കൂടി പുറത്തു പോകും. പിന്നെ കണ്ണ്, മൂക്ക്, ചെവി തുടങ്ങിയിട്ടുള്ള നവദ്വാരങ്ങളെല്ലാം മാലിന്യങ്ങളിൽ സദാസമയം പുറന്തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രക്രിയയെ നമ്മൾ ഹെൽപ്പ് ചെയ്താൽ മാത്രം മതി. ആവശ്യത്തിന് വെള്ളം കുടിക്കുക, അപ്പോൾ കൃത്യമായ മൂത്രവിസർജനം ഉണ്ടാവും, അതുപോലെ വേർപ്പും ഉണ്ടായിക്കോളും. രണ്ടാമത് നാരുള്ള ആഹാരം കഴിക്കുക, അപ്പോൾ കുടലിലൂടെയുള്ള മലവിസർജനം കൃത്യമായിട്ട് നടക്കും. കുറച്ച് ശ്വാസ വ്യായാമം ചെയ്യുക, അപ്പോൾ ശ്വാസകോശത്തിന്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കും. മറ്റൊന്ന് വ്യായാമമാണ്. ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും വ്യായാമം കിട്ടുന്ന തരത്തിലുള്ള കുറച്ച് ആയാസകരമായ വ്യായാമങ്ങളിൽ ഏർപ്പെടുക. അതിന്റെ ഫലമായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടും. അങ്ങനെ സെല്ലുകളിലുള്ള ടോക്സിനുകളൊക്കെ അതാത് ദിവസം വിസർജനേന്ദ്രിയങ്ങളിൽ എത്തുകയും അതാത് ദിവസം പുറന്തള്ളപ്പെടുകയും ചെയ്യും. ഇത്രയും കാര്യം ചെയ്താൽ മാത്രം മതി നമ്മുടെ ശരീരം ശുദ്ധമായിട്ടിരിക്കും. ഇതിന് പകരം നമ്മൾ ഇനി ഡീടോക്സിനുള്ള മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഈ മരുന്നിനെ പുറന്തള്ളുക എന്നുള്ള അധിക ഭാരം കൂടി നമ്മുടെ കിഡ്നിക്ക് ലിവറിനൊക്കെ വരും. അത് ചിലപ്പോൾ കിഡ്നി ലിവർ ഡാമേജ് ആവാൻ വരെ ഇടയാക്കി തീർന്നു വരാം. ഇതാണ് സത്യം. പക്ഷേ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അധികം ആളുകൾക്കും രുചിക്കില്ല. സാധാരണ നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ 1000 പേര് കാണുമെങ്കിൽ ഈ ഇല കഴിച്ചാൽ മതി, അല്ലെങ്കിൽ ഈ വെള്ളം കുടിച്ചാൽ മതി, ശരീരം ശുദ്ധിയാവുമെന്ന് പറഞ്ഞാൽ അത് 10 ലക്ഷം പേര് കാണും. അതിന് ലൈക്ക് ഉണ്ടാവും, അതിന് കമന്റ്സ് ഉണ്ടാവും. അതിന് പകരം സ്വാഭാവികമായിട്ടുള്ള പ്രകൃതി നിർവഹിക്കുന്ന ഈ പ്രക്രിയയെക്കുറിച്ച് പറഞ്ഞാൽ കേൾക്കാൻ ആളുകളില്ല എന്നാണ് സത്യം. ഇത്തരം കാര്യങ്ങളാണ് മൂവാറ്റുപുഴ സുഖജീവൻ നേച്ചർ സെന്റർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.